തനിക്കെതിരെ നടന്നത് ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള വലിയ ഗൂഢാലോചന എന്ന് പറയുകയാണ് ഇ.പി. ജയരാജൻ. അല്പം മുമ്പ് മുഖ്യമന്ത്രിയുടെ പേര് അനാവശ്യമായി വലിച്ചെടുത്തത് കൊണ്ടാണ് തനിക്ക് വിശദീകരിക്കേണ്ടതെന്ന് പലരും വരും കാണും അതിനെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായത്. വൈദേഹത്തിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നിട്ടേയില്ല. മുഖ്യമന്ത്രിയുടെ ഉപദേശം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. തനിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന വാർത്തയ്ക്ക് ആയുസില്ല എന്ന് കൂടി പറയുന്നുണ്ട് ഇ.പി. ജയരാജൻ. ആ സംഭവത്തെ എങ്ങനെയാണ് ഇവിടെ എടുത്തു കൊടുത്തത്? ഞാനെന്തോ CPM വിട്ട് ഞാൻ BJP ആകാൻ പോകുന്നു. എങ്ങനെയാണ് ഇങ്ങനൊരു വാർത്ത കൊടുക്കാൻ ഈ മാധ്യമങ്ങൾക്ക് ധൈര്യം കിട്ടിയത്? ഒരു മാധ്യമം എന്ന് പറയുന്നതിൻ്റെ ഏതെങ്കിലും ഒരു പ്രാഥമികമായ ധർമ്മം നിർവഹിച്ചോ? എന്തെങ്കിലും ഒരു അന്വേഷണം, ഒരു പരിശോധന നടത്തിയോ? അന്ന് തന്നെ അന്ന് ഈ വന്നുപോയി. ഇത് ഇപ്പോഴും ഇലക്ഷൻ്റെ തലേ ദിവസം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് ആസൂത്രിതമായിട്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ 2-3 സംഭവങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കാൻ പുറപ്പെട്ടു. അതെല്ലാം പാളിപ്പോയി. അത് ഇടതുപക്ഷ വിരുദ്ധർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള ചില മാധ്യമങ്ങളുടെ പ്രധാനികളും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരായിട്ടുള്ള സുധാകരനും അതുപോലെ തന്നെ ശോഭന ജോർജും ഒക്കെ ശോഭ സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ്. ഫെലിക്സ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചെണ്ട്. ഫെലിക്സ്, നേരത്തെ ആമുഖമായി അപ്പോൾ കിട്ടിയ വിവരമാണ് ഞാൻ പറഞ്ഞത്. മാതൃഭൂമി ന്യൂസിനും മാതൃഭൂമിക്കെതിരെയും ഒക്കെ അദ്ദേഹത്തിന് വിമർശനം ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ മനസ്സിലാക്കിയത്. പക്ഷേ മാതൃഭൂമി ന്യൂസിനെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് പുറത്താക്കണം. ഫെലിക്സിന് ഈ പ്രതികരണം നേരിട്ടെടുക്കാൻ കഴിഞ്ഞില്ലേ? എന്താണ് അവിടെ സംഭവിച്ചത്? നമുക്കറിയാം, CPM-നെ മാത്രമല്ല മുന്നണി ആകെ പ്രതിരോധത്തിൽ നിർത്തിയ വിവാദമാണ് ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ആ വിഷയത്തിൽ പ്രതികരണത്തിൻ്റെ സമയത്താണ് ഇതിലൊരു ഗൂഢാലോചന തനിക്കെതിരെ നടക്കുന്നു, അത് മാധ്യമങ്ങൾ നടത്തുന്ന ഗൂഢാലോചനയാണ്, അതുകൊണ്ട് മാതൃഭൂമിക്കടക്കം അതിൽ പങ്കുണ്ട്, ഇത്തരത്തിൽ തന്നെ വ്യക്തിഹത്യ നടത്താനുള്ള നീക്കം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമിയെ മാറ്റി നിർത്തിയത്. മറ്റ് ചാനലുകൾക്കൊക്കെ തന്നെ ഇ.പി. ജയരാജൻ അഭിമുഖം നൽകുകയും ചെയ്തു. അദ്ദേഹം പറയുന്നത് താൻ പോയി കണ്ടു എന്ന് അദ്ദേഹം സമ്മതിക്കുമ്പോഴും, അതായത് ഈ പ്രകാശ് ജാവദേക്കറെ പോയി കണ്ടു എന്ന് ഇ.പി. ജയരാജൻ തുറന്ന് സമ്മതിക്കുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹം പറയുന്നത് ഇതൊക്കെ തന്നെ ഒരു ഗൂഢാലോചനയാണ് എന്നത്. ഇത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പുറത്തു വന്നതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടക്കുന്നു തനിക്കെതിരെ എന്നൊരു ആരോപണമാണ് ഇ.പി. ജയരാജൻ പറയുന്നത്. പ്രത്യേകിച്ചും മാതൃഭൂമി പത്രവും മാതൃഭൂമി ചാനലും ഒക്കെ തന്നെ തനിക്കെതിരെ വലിയ ഗൂഢാലോചന നടക്കുന്നു, അതുകൊണ്ട് അത്തരം സ്ഥാപനങ്ങളോട് യാതൊരു തരത്തിലും പ്രതികരിക്കാനില്ല എന്ന് ഇ.പി. പറയുകയാണ്. അതുകൊണ്ട് നമ്മൾക്ക് മാത്രമാണ് പ്രതികരണം ലഭിക്കാതിരുന്നത്, ബാക്കി എല്ലാ മാധ്യമങ്ങളോടും ഇ.പി. സംസാരിക്കുകയും ചെയ്തു. ഏതായാലും ഇ.പി. ഇതിൽ പറഞ്ഞു വെക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. തനിക്കെതിരെ നടപടി എടുക്കുമെന്നടക്കം ഇ.പി. ചോദിക്കുമ്പോൾ ആ വാർത്തയ്ക്ക് അല്പം ആയുസ് മാത്രമേ ഉള്ളൂ എന്ന് ഇ.പി. തന്നെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഇ.പി. നടത്തുന്ന ഈ ന്യായീകരണങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായും പാർട്ടി തന്നെ തള്ളിപ്പറയില്ല എന്നൊരു ആത്മവിശ്വാസത്തോടു കൂടി ഇ.പി. സംസാരിക്കുന്നതായി നമുക്ക് തോന്നാൻ കഴിയും. മാത്രമല്ല, ഈ വിവാദങ്ങൾ ഇതൊക്കെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണ് എന്നതാണ് ഇ.പി. ജയരാജൻ പറയുന്നത്. ഒരാൾ ഭാവിയായി മാറുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുണ്ടല്ലോ. ഇ.പി. ഈ വിവാദ ദല്ലാളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴായിരുന്നു ആ പരാമർശമുണ്ടായത്. അങ്ങനെ മുഖ്യമന്ത്രി കടന്ന ഭാഷയിൽ വിമർശിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് മാതൃഭൂമിയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാറുന്നത്? ആ വിഷയത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? ചായ കുടിക്കാനായി അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട് തിരഞ്ഞ് ജാവദേക്കർ വന്നു, ഒപ്പം ദല്ലാൾ നന്ദകുമാറും ഉണ്ടായിരുന്നു എന്നതിന് എന്ത് മറുപടിയാണ് പറയുന്നത്? രതീഷ്, നമുക്കറിയാം ഇ.പി.യുടെ മകൻ്റെ ഒരു ഫ്ലാറ്റാണ്. സാധാരണ ഇപ്പോൾ ഒരു വീടൊക്കെ ആണെങ്കിൽ വീടിന് മുൻപിൽ കൂടെ പോകുമ്പോഴാണെങ്കിലും കണ്ടിട്ടാണെങ്കിലും ആളുകൾ ആ വീട്ടിൽ കയറുമെന്ന് പറയാം. പക്ഷേ ഒരു ഫ്ലാറ്റിലേക്കൊക്കെ ഒരാൾ എത്തുമ്പോൾ തീർച്ചയായിട്ടും വിളിച്ച് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കുമല്ലോ അവിടേക്ക് എത്തുക. അപ്പോൾ ഇ.പി. ആ പറയുന്ന വാദം തന്നെ അവിടെ പൊളിയുകയാണ്. ഇ.പി. പറയുന്നത് വന്ന വഴിക്ക് തൻ്റെ അവിടെ കയറുകയാണ് ചെയ്തത് എന്ന് ഇ.പി. ജയരാജൻ വ്യക്തമാക്കുന്നു. അങ്ങനെ അവിടെ കയറി അങ്ങനെ അവരുമായിട്ട് സംസാരിച്ചു എന്നതാണ് ഇ.പി. ജയരാജൻ വ്യക്തമാക്കുന്നത്. അതിൽ രാഷ്ട്രീയമൊന്നും തന്നെ ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. നമുക്കറിയാം, മുഖ്യമന്ത്രിക്ക് പിന്നെ എന്തുകൊണ്ടാണ്, അതായത് ഇത്തരത്തിൽ ജാഗ്രത കുറവൊന്നും തന്നെ ഇ.പി. ജയരാജൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ പോലെ ഒരാൾക്ക് ഇത്തരത്തിൽ പരസ്യമായി തന്നെ ഇ.പിക്കെതിരെ ശാസനം നടത്തേണ്ടി വരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് മുഖ്യമന്ത്രി തന്നെ ഈ ജാഗ്രത കുറവ് ഇ.പി. ജയരാജൻ ഉണ്ടായി എന്ന് പറയുമ്പോഴും
പി ജയരാജൻ വ്യക്തമാക്കുന്നത് ഇതൊക്കെ തന്നെ ഒരു മാധ്യമങ്ങളുടെ ഗൂഢാലോചനയാണ്. പൂർണ്ണമായും മാധ്യമങ്ങളെ പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് പി ജയരാജൻ ഈ വാർത്താ സമ്മേളനത്തിൽ നടത്തിയത്. ഇപ്പോൾ ഈ ചില വിവാദങ്ങളുടെ കേന്ദ്രമെന്ന് നേരത്തെ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖരൻ ആ റിസോർട്ടിന്റെ നടത്തിപ്പ് കമ്പനിയിൽ പങ്കാളിത്തമുണ്ട് എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ശോഭാ സുരേന്ദ്രനാണ് ആരോപണം ആദ്യം ഉന്നയിച്ചത്. പിന്നാലെ ദല്ലാൽ നന്ദകുമാറും ഇക്കാര്യങ്ങളിൽ കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്ത് വരികയും ചെയ്തു. ഇതിൽ മാധ്യമങ്ങൾക്ക് എന്ത് പങ്കാണ്? ഇതേക്കുറിച്ച് എന്തെങ്കിലും ആ ചോദ്യങ്ങൾക്ക്, ആ സംശയങ്ങൾക്ക് എന്തെങ്കിലും മറുപടി നൽകുന്നുണ്ടായിരുന്നോ പി? രതീഷ്, പി പൂർണ്ണമായും മാധ്യമങ്ങളെ പഴിചാരിക്കൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം നടത്തിയത്. അതല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ യഥാർത്ഥ സംഭവങ്ങൾക്ക് കൂടുതൽ ശക്തി കൊടുക്കാതെ പൂർണ്ണമായും മാധ്യമങ്ങളെ പഴിചാരുകയാണ് ചെയ്തത്. രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനാണ് ഇങ്ങനെ ഒരു ആരോപണം ആദ്യം ഉന്നയിക്കുന്നത്. പിന്നീട് അത് ടി.ജി. നന്ദകുമാർ ഏറ്റെടുക്കുന്നു. പിന്നീടാണ് ഇത് മാധ്യമങ്ങളിലേക്ക് എത്തുന്നത്. പക്ഷേ പി പറയുന്നത് ഇതെല്ലാം തന്നെ ഒരു മാധ്യമ ഗൂഢാലോചനയാണ് എന്നതാണ്. അത് വലിയ രീതിയിലുള്ള ഗുരുതരമായ ആരോപണമാണ് പി ജയരാജനെതിരെ ഏതായാലും ഈ വിഷയത്തിൽ ഉയർന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതായത് പിയെ പോലൊരു നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അത് പാർട്ടി അറിയിച്ചു എന്ന ചോദ്യത്തിന് അത് എന്തിനാണ് താൻ പാർട്ടി അറിയിക്കുന്നത്, നിങ്ങളെ മാധ്യമങ്ങളെ കാണുമ്പോൾ ഞാൻ പാർട്ടി അറിയിക്കുന്നില്ലല്ലോ എന്നും പി പറയുകയുണ്ടായി. ഇത്തരത്തിൽ അതായത് ഒരു BJP നേതാവുമായി പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തുന്നു. പി ജയരാജൻ്റെ ഭാര്യയ്ക്ക് ഓഹരിയുള്ള വൈദേകം റിസോർട്ടിൽ രാജീവ് ചന്ദ്രശേഖരന് പങ്കുള്ള അല്ലെങ്കിൽ ബന്ധമുള്ള നിരാമിയ സെൻറ്ററിന് അതിൽ പങ്കാളിത്തം ലഭിക്കുന്നു, അതിൻ്റെ നടത്തിപ്പ് ലഭിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ പൂർണ്ണമായും മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച വാർത്തയാണ്. തനിക്കെതിരെ വലിയ ഗൂഢാലോചന, വ്യക്തിഹത്യ നടത്തുന്നു എന്ന ആരോപണമാണ് ഏതായാലും പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് മാധ്യമങ്ങളെ പൂർണ്ണമായും പഴിചാരിക്കൊണ്ട് പി ഈ വിഷയത്തിൽ ന്യായീകരണം നടത്തുകയാണ് ഇന്ന്. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞതിനെ കുറിച്ച് പറയുന്നുണ്ടോ പി? ഇപ്പോൾ ശിവൻ പാപികൾക്കൊപ്പം ചേർന്നാൽ ശിവനും പാപിയായി പോകും എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനത്തെ കടന്ന ഡയലോഗാണ്. അതിന് മറുപടി പറയുന്നുണ്ടോ? ഈ നന്ദകുമാറുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് എന്ത് ബന്ധമാണ് ഈ ദല്ലാൾ എന്നറിയപ്പെടുന്ന മുഖ്യമന്ത്രി അടക്കം എതിർക്കുന്ന ഒരേ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവ് അടക്കം എതിർക്കുന്ന ആളുമായി ഇദ്ദേഹത്തിനുള്ളത്? അക്കാര്യം പറയുന്നുണ്ടോ? എന്ത് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചായ കുടിക്കാനായി ജാവ്ദേക്കർ ആ വീട്ടിലേക്ക് വന്നത് എന്ന് പറയുന്നുണ്ടോ? അങ്ങനെ കൃത്യമായി പോയിന്റഡായി മറുപടി നൽകുന്നുണ്ടോ? ഒരിക്കലുമില്ല. പി ജയരാജൻ വ്യക്തമാക്കുന്നത് താനുമായി സൗഹൃദമുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം ഒരു ഫ്രോഡാണെന്ന് ഞാൻ മനസ്സിലാക്കി. ടി.ജി. നന്ദകുമാർ ഒരു ഫ്രോഡാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് അദ്ദേഹവുമായി ബന്ധമൊക്കെ തന്നെ അവസാനിച്ചു. പക്ഷേ എന്നെ പറ്റിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പി വാർത്താ സമ്മേളനത്തിൽ ന്യായീകരിച്ചത്. എന്നെ ഒരു തരത്തിലും പറ്റിക്കാൻ കഴിയില്ല എന്നും പി വ്യക്തമാക്കുന്നു. പക്ഷേ നമുക്കറിയാം പിയുമായി ഉണ്ടായ വിവാദങ്ങളൊക്കെ തന്നെ നമുക്ക് മുൻപിലുണ്ട്. ആ സമയത്താണ് പി പൂർണ്ണമായും ടി.ജി. നന്ദകുമാർ ഫ്രോഡാണെന്ന് പറയുമ്പോഴും ടി.ജി. നന്ദകുമാറുമായി ഇത്തരത്തിൽ ബന്ധം പുലർത്തിയിരുന്നു എന്നതിൻ്റെ തെളിവുകളടക്കം നേരത്തെ പുറത്തു വന്നതാണ്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ വിഷയത്തോട് പി പ്രതികരിച്ചത്, മുഖ്യമന്ത്രി പറഞ്ഞത് എല്ലാവരോടും കൂടിയാണ്, അത് നിങ്ങളോടും കൂടിയാണ്, മാധ്യമങ്ങളോടും കൂടിയാണ്, മാധ്യമങ്ങളും അത് ഉൾക്കൊള്ളണം എന്നൊക്കെയാണ് പി ജയരാജൻ പറയുന്നത്. കാരണം പാർട്ടിയിലെ ഒരു വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ, ഒരു പാർട്ടി നേതാവിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് അത് മാധ്യമങ്ങൾക്കും ബാധകമാണെന്ന് പി ന്യായീകരിക്കുന്നത്.